ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ഫാമിലി ട്രഷേഴ്സ്. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്നാണല്ലേ ബീഫ്. പലർക്കും ചിക്കനെ കഴിഞ്ഞ് ഇഷ്ടമാണ് എന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഒരു ബീഫ് ഇങ്ങനെ പെരളനായിട്ട് കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ട് നമുക്ക് അപ്പത്തിനോ ചപ്പാത്തിക്കോ ചോറിനോ കപ്പയ്ക്കോ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എല്ലാവരും മുഴുവനായി കാണണം. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. എരിവ് അധികം വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം. പിന്നെ അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് സാധാരണ നമ്മൾ വീട്ടിൽ മേടിക്കുന്ന മസാലപ്പൊടികൾ, ബീഫ് മസാലയോ അങ്ങനെ എന്താണെങ്കിലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കും. നമ്മുടെ ബീഫിനെ ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടി നല്ല ടേസ്റ്റി ആക്കാൻ വേണ്ടി കുറച്ച് സമയം വെക്കണം. അതിന് വേണ്ടിയിട്ടാട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വിനാഗിരി ചേർക്കുന്നുണ്ട്. ഇനി വിനാഗിരി ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങയുടെ നീരാണേലും മതി കേട്ടോ. ഈ ബീഫ് നല്ല സോഫ്റ്റ് ആവാനും കുറച്ച് നല്ല ടേസ്റ്റ് ആവാനും പിന്നെ പെട്ടെന്ന് തന്നെ വേവാൻ വേണ്ടിയും ഇത് നല്ലതാണ്, വിനാഗിരി ചേർത്ത് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബീഫിന് കുറച്ചായിട്ടിട്ട് ഒന്ന് തിരുമ്മി വെക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിടുമ്പം പെട്ടെന്ന് പാടായിരിക്കും. പിന്നെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആവാനും കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് കുറച്ചാകുമ്പോൾ പെട്ടെന്ന് എല്ലായിടത്തും നല്ലപോലെ ആവും, നല്ലപോലെ മിക്സാക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂറോളം നേരം ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും കൂടുതലായിട്ട് അതിൻ്റെ ആ മസാലകളൊക്കെ അബ്സോർവായിട്ട് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ബീഫിനെയൊക്കെ ഇവിടെ നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് 15 മിനിറ്റോളം കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാനൊരു അടുപ്പത്തൊരു കുക്കർ വെച്ചിട്ട്, കുക്കറിലാണ് വേവിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചധികം വേവുണ്ടാവുമല്ലോ. കുക്കർ വെച്ചിട്ട് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ചൂടായി കഴിയുമ്പോൾ ഒഴിക്കുക. അതൊഴിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-6 കഷ്ണം വെളുത്തുള്ളി. അപ്പം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമുക്ക് കൂടുതൽ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. എന്തുമാത്രം ചിലർക്ക് വെളുത്തുള്ളി ഇഷ്ടമല്ല, ചിലപ്പോൾ ഇഞ്ചി ഇഷ്ടമല്ല. പക്ഷേ ഇതൊക്കെ ഇടുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അതിൻ്റെ ആ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇടാം. അതുപോലെ തന്നെ പച്ചമുളക്, ഞാനൊരു 3 പച്ചമുളകാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഭയങ്കര എരിവുകാർക്ക് വേണമെങ്കിൽ പച്ചമുളക് കൂടുതലിടാം. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് കുറച്ച് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 100 ഗ്രാമോളം ചെറിയുള്ളി ചേർക്കുന്നുണ്ട്. ഇത്രയൊക്കെ ചേർക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് കൂടാനായിട്ട് ഉപകാരപ്പെടും. അപ്പോൾ അതും ഇട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് വഴന്നോട്ടെ. പിന്നെ നമുക്ക് ഈ ഒരു മസാലയ്ക്ക്, ഇപ്പം നമ്മളിടുന്ന മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ്, നമ്മൾ ബീഫിന് ഉപ്പ് പുരട്ടി വെച്ചതാണ്, നമ്മൾ ശ്രദ്ധിച്ച് വേണ്ടിടാൻ, കൂടി പോകരുത്. അപ്പോൾ ഇത് കുറച്ച് നേരം ഉപ്പിട്ടിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വഴറ്റുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി നമ്മൾ കുറച്ചൊരു മസാല ഇതിൽ ചേർക്കുന്നുണ്ട്. ഈ ഒരു ഉള്ളിക്കൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. വേറെ അങ്ങനെ അധികം ഒന്നും ചേർക്കണ്ട, കാരണം മസാല നമ്മളതിൽ ചേർത്തത് കൊണ്ട് വേറെ അധികം ചേർക്കണ്ട. ഇതും കൂടി ഇട്ടിട്ട് ആ പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്നും കൂടി വഴറ്റുക. അപ്പോൾ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ഒരു നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്, പൊടിയൊക്കെ ഇട്ട്. ഇനി നമുക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫിനെ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എൻ്റെ പാത്രം കുറച്ച് ചെറുതായിപ്പോയി, കുറച്ചും കൂടെ വലിയ പാത്രമായിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള പാത്രമൊക്കെ എടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് കുറച്ച് നേരം ഒന്ന് തിളച്ച് വരട്ടെ. അതിൻ്റെ വെള്ളം ചെറുതായിട്ടൊന്ന് പറ്റണം. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഇട്ട് വഴറ്റുമ്പോഴേക്കും കൂടുതൽ രുചികരമാകും. നമ്മൾ വേവിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഗ്രേവി അല്ലെങ്കിൽ ഉണ്ടാകുന്ന വെള്ളം പറ്റിച്ചെടുക്കുന്നതിന് കഴിഞ്ഞും
നല്ലത്. ആദ്യം ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം ഈ മസാലയിട്ട് പച്ചയ്ക്ക് ഇങ്ങനെ വഴറ്റിയാൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അല്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോട്ടെ എല്ലാവരും. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് വഴറ്റി, നമ്മളിത് കുറച്ച് ഗ്രേവിയിൽ വെക്കുന്നതുകൊണ്ട് ഒത്തിരി നേരം വഴറ്റേണ്ട ആവശ്യമില്ല. അതേസമയം നമ്മൾ ഫ്രൈ ആയിട്ട് ഒക്കെയാണ് എടുക്കണമെങ്കിൽ കുറച്ചധികം നേരം ഒന്ന് വെള്ളം നല്ലപോലെ വറ്റിച്ചെടുത്തിട്ട് മാത്രം അടച്ച് വേവിക്കണം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഒരു 10-15 മിനിറ്റോളം ഒന്ന് സിമ്മിലിട്ട് വെക്കാം. നമ്മുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ച് വേണം. അപ്പം വെന്ത മണം വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ കൂടുതൽ വെന്ത് പോയാൽ പിന്നെ നമുക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, വല്ലാതെ വെന്ത് പോയാൽ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മുടെ ബീഫൊക്കെ ഇവിടെ വെന്ത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ. വിസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്, പിന്നെ നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം. നമുക്ക് സവാള ഇട്ട് ഒരു 1.5 സവാള ഞാൻ എടുത്തിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്ത് അതിട്ടൊന്ന് വഴറ്റി എടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ആദ്യമേ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ആദ്യം ഇട്ടതായതുകൊണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ കുറച്ചൊരു മസാല ചേർക്കുന്നുണ്ട്. ലേശം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി വേണ്ട, അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്തുള്ളൂ. ഇവിടുത്തെ കണക്കിന് എരിവ് അധികമാകുമോ എന്നറിയില്ല, നമുക്ക് ഇവിടുത്തെ കുറച്ച് അത്ര എരിവ് വേണ്ടല്ലോ. അപ്പം പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് ആ പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ മസാലകളൊക്കെ ഇട്ട് നമ്മുടെ പിന്നെ സവാളയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. മസാലയുടെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ഒരു 2 വലിയ തക്കാളി ചെറുതായി സ്ലൈസ് ചെയ്തെടുത്താണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. തക്കാളി ചേർത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് വഴറ്റി നല്ലപോലെ ഒന്ന് ആവി എല്ലായിടത്തും ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഒന്ന് മൂടി വെച്ച് ഒരു ചെറു തീയിൽ ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇതേ നമ്മുടെ തക്കാളിയൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് അലിഞ്ഞ് നല്ലൊരു ഗ്രേവിക്ക് വേണ്ടി റെഡി ആയിട്ടിരിപ്പുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മളുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫിനെ ഒന്ന് എടുത്ത് ഇതിലേക്ക് ചേർക്കേണ്ട ഒരു പണിയേ ഉള്ളൂ. ബീഫൊക്കെ കറക്റ്റ് പാകമായിരുന്നു കേട്ടോ, കറക്റ്റ് വേവായിരുന്നു. അപ്പം കുറച്ചൊരു ചാറൊക്കെ ഉണ്ട് അതിനകത്ത്. നമുക്ക് അത് ഇതിലേക്ക് ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് സെറ്റാക്കണം. അപ്പോൾ നമ്മളുടെ ബീഫൊക്കെ ഇട്ട് നമ്മളുടെ മസാല, തക്കാളി, സവാള അതെല്ലാം ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഒന്ന് തിളച്ചൊക്കെ വരട്ടെ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കൂടുതൽ ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ചേർക്കാം. അതുപോലെ ചാറ് കുറവ് മതിയെങ്കിലും നല്ലപോലെ കുറച്ചധികം നേരം വഴറ്റി ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. പിന്നെ കൂടുതൽ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് ചേർക്കുന്നതാണ് നല്ലത്. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ചെറുതീയിലൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് കുറച്ച് കുരുമുളക്, കുറച്ച് ഇങ്ങനെ ഫ്രൈ ആയിട്ട് എടുക്കുവാണെങ്കിൽ കുരുമുളക് പൊടി ചേർക്കുക. അവസാനം കറിവേപ്പിലയും പിന്നെ പച്ച വെളിച്ചെണ്ണ അതൊക്കെ ഒഴിക്കുന്നൊരു പ്രത്യേക ടേസ്റ്റാട്ടോ. പിന്നെ അതൊക്കെ ഒരു പ്രത്യേക ടിപ്പാണ്. പച്ച വെളിച്ചെണ്ണ അവസാനം ഒഴിക്കുക, കുരുമുളക് പൊടി ഇടുക എന്നുള്ളതൊക്കെ. പിന്നെ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ കുരുമുളക് പൊടി ഇട്ടാട്ടോ. ഞാനിവിടെ എൻ്റെ ചെറിയ വാവയ്ക്ക് വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടാണ് കുരുമുളക് പൊടി ഇടുന്നത്. ഇപ്പോൾ തന്നെ എല്ലാം കൂടെ കുറച്ച് അവരുടെ കണക്കിന് ഇച്ചിരി അധികമായിട്ടുണ്ട് എരിവ്, എന്നാലും കുറച്ച് എരിവുള്ളതാണല്ലോ ടേസ്റ്റ്. എന്നിട്ടാണ് ഞാൻ കുരുമുളക് പൊടി ഇടുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ അടിപൊളി ബീഫ് പെരളനിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. സൂപ്പർ ടേസ്റ്റി, വെറൈറ്റി, യമ്മി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും അറിയിക്കണം കേട്ടോ. നന്നായെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിലും ഒക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അറിയിക്കണം. അതുപോലെ റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തെങ്കിൽ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടി എല്ലാ വീഡിയോസും എല്ലാവരും കാണണം. അതുപോലെ എല്ലാവരും സേഫായിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, പരസ്പരം പ്രാർത്ഥിക്കുക. ഈ ഒരു
മറവ്യാധി കാലം പെട്ടെന്ന് നമ്മളെ കടന്നു പോകാൻ വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.